രാവിലെ കൊപ്ര ഇളക്കുക. നല്ല മഞ്ഞുണ്ട്. ഇപ്പം സമയം 5:30 ആയി കേട്ടോ. ടാപ്പിങ് കഴിഞ്ഞപാടെ നേരെ ടെറസിലോട്ട് വരും. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ചൂട്, എവിടെ ഇരിക്കാനും പറ്റത്തില്ല, ഒന്നുമില്ല. അപ്പം നേരെ വിട്ടുപോകുന്നു. ഇപ്പം ചെറിയൊരു മഞ്ഞുണ്ട്, വലിയ തണുപ്പൊന്നും ഇല്ല ഇവിടെ. നമുക്ക് കൊപ്ര ഇളക്കി റെഡിയാക്കി അരിഞ്ഞു വെക്കണം. വെയിൽ ഉദിക്കുന്നതിന് മുന്നേ സെറ്റാക്കി താഴെ പോകണം. ഇതാട്ടോ നമ്മുടെ പാര. ഇത് കണ്ടോ, ഇങ്ങനത്തെ പാര വെച്ചിട്ട് ഇളക്കുന്നത്. ഓരോ നാട്ടിൽ ഓരോ രീതിയല്ലേ. കുറച്ച് കൈക്കൊക്കെ വേദന എടുക്കും. ഇപ്പൊ തേങ്ങയ്ക്ക് നല്ല വിലയല്ലേ, എണ്ണയ്ക്കോ അതിനെക്കാട്ടും വില. ഇതുണ്ട്, ഇത്രയും തേങ്ങയുണ്ട് കേട്ടോ ഇവിടെ ഇളക്കാനിരിക്കുന്നേ. സത്യം പറഞ്ഞുണ്ടല്ലോ, രണ്ടാമത്തെ വെയിലാട്ടോ. ടെറസിന് മുകളിൽ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു 2 വെയിലും കൂടി കൊണ്ട സംഭവം കൊണ്ടുപോകാനാകും, സെറ്റാകും. എല്ലാം ചിരട്ടയിൽ നിന്ന് ഇളകി 3/4 ഭാഗം വന്ന് നിൽക്കുക. ഈ തേങ്ങ ഇളക്കാനൊന്നും വേറൊരു കെണിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം നമ്മള്. അങ്ങനെ നേരം പനുപനാ വെളുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കൊപ്ര ഇളക്കി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് എത്തിയായി. പക്ഷെ അമ്പിളിമാമൻ ഇപ്പോഴും ഉണ്ട്. സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചു വരുന്നു. നല്ല രസമാട്ടെ ഈ ഒരു സമയത്ത് അന്തരീക്ഷം കാണാന്. നമ്മൾ പണിയെടുത്തുകൊണ്ട് തണുപ്പൊന്നും അനുഭവപ്പെട്ടില്ല. പക്ഷെ ചെറുതായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടേ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചു വാരി കീറി വെയിലത്ത് വെക്കണം. കൊപ്ര ഇളക്കിയത് എന്താണെന്ന് അറിയാൻ വരുന്ന അടോണ ഇളക്കി കഴിഞ്ഞു നോക്കാൻ വന്നതാണോ വെച്ചേ? ഒരു കൊപ്രയുടെ കഷ്ണം വേണേ തിന്നോ? അതിന് തിന്നോ? അപ്പോഴേ ഇവിടെ എല്ലാം നീറ്റാക്കി റെഡി ആക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ അരിഞ്ഞങ്ങോട്ട് ഇടും. അപ്പം വേഗം ഉണങ്ങും. ഇവിടെ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല. കാക്ക നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ നല്ല കാക്ക ഇല്ല. അപ്പം നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു. നല്ല മുറിച്ച് പീസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 വെയിലും കൂടി കൊണ്ടാൽ സംഭവം പപ്പടം പോലെയോ നമുക്ക് എണ്ണ അടിച്ചെടുക്കാം. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു 300 തേങ്ങയ്ക്ക് എത്ര എണ്ണ കിട്ടുമെന്ന്. ഈ പ്രാവശ്യം കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നമ്മളെ എണ്ണയൊക്കെ ആട്ടി കൊണ്ടുവന്നു കിട്ടും. അപ്പം കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു 300 തേങ്ങയ്ക്ക് എത്ര കിലോ എണ്ണ കിട്ടും എന്നുള്ളത്. പക്ഷെ 300 തേങ്ങയിൽ നമ്മൾ കിളുത്ത തേങ്ങയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് 14 കിലോ പിണ്ണാക്കാ കിട്ടിയേ. ബാക്കി എണ്ണയുണ്ട്. ടോട്ടൽ 44 കിലോ കൊപ്രയുണ്ടായിരുന്നു. അതിൽ 14 കിലോ പിണ്ണാക്ക്, ബാക്കി 30 ലിറ്റർ എണ്ണ കിട്ടി കേട്ടോ. കണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു ഈ 300 തേങ്ങ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ തേങ്ങയാണ്. ഇതിൽ കൂടുതൽ എണ്ണ വരേണ്ടതാണ്. പക്ഷെ ഈ പ്രാവശ്യത്തെ ഒരു ഇടത്തരം തേങ്ങയായിരുന്നു നമുക്ക് കിട്ടിയത്. ഇതിന് നമ്മൾ നല്ല വെയിലത്തൊക്കെ വെച്ച് സെറ്റാക്കി കേടാവാതെ എടുത്തു വെക്കണം. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, നമ്മൾ എങ്ങനെ എണ്ണ കേടാവാതെ സൂക്ഷിക്കുന്നതെന്ന് കേട്ടോ.